നമസ്കാരം. ഒരു പൊതിച്ചോറിന് ഇത്രയും വലിയ രാഷ്ട്രീയ ചർച്ച സൃഷ്ടിക്കാനാകുമെന്ന് ഒരു പക്ഷേ ആരും കരുതിയിട്ടുണ്ടാകില്ല. എന്നാൽ കേരളത്തിൽ അതാണ് സംഭവിച്ചത്. സർക്കാർ ആശുപത്രികളിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം എത്തിക്കുന്ന ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ പദ്ധതി നിർത്തണമെന്ന വിവാദം ഉയർന്ന നിമിഷം മുതൽ വിഷയം ഭക്ഷണ വിതരണം എന്നതിൽ ഒതുങ്ങിയില്ല. അത് കേരളത്തിന്റെ സാമൂഹിക സംസ്കാരത്തെക്കുറിച്ചുള്ള ചർച്ചയായി മാറി. വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം നൽകുന്നത് രാഷ്ട്രീയമാണോ അതോ മനുഷ്യത്വമാണോ എന്ന ചോദ്യമാണ് സമൂഹം ഉയർത്തിയത്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രതികരണം ശ്രദ്ധേയമാവുന്നത്. ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ ഭക്ഷണം വിതരണം ചെയ്യുന്നത് നല്ല കാര്യമാണെന്നും അതിന് അഭിനന്ദനം അർഹിക്കുന്നുവെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. അതേസമയം ആശുപത്രി പരിസരം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കരുതെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഭക്ഷണം നൽകുന്നതിനെതിരെ സർക്കാർ ഒരു നിലപാടും സ്വീകരിക്കില്ല എന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഈ നിലപാട് വിവാദത്തിന്റെ കേന്ദ്രബിന്ദുവിനെ വീണ്ടും മാറ്റിമറിക്കുന്നതാണ്. കാരണം സർക്കാർ തന്നെ പൊതിച്ചോർ പദ്ധതിയുടെ സാമൂഹിക പ്രസക്തി അംഗീകരിച്ചിരിക്കുകയാണ്. ഈ വിവാദത്തിന്റെ തുടക്കത്തിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആശുപത്രികളിലെ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ് എന്ന കർശന നിലപാട് സ്വീകരിച്ചിരുന്നു. ആശുപത്രികളുടെ പ്രവർത്തനക്രമവും ശുചിത്വവും സുരക്ഷയും ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന വാദമാണ് അദ്ദേഹം ഇതിനായി ഉപയോഗിച്ചത്. എന്നാൽ ആ നിലപാട് പുറത്തു വന്നതോടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശക്തമായ പ്രതികരണമാണ് ഉയർന്നത്. സാമൂഹിക പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നിരവധി ആളുകളും വിശക്കുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകുന്ന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തരുതെന്ന് അഭിപ്രായപ്പെട്ടു. കേരളത്തിന്റെ സാമൂഹിക ചരിത്രം പരിശോധിച്ചാൽ ദുരന്തകാലത്തും പ്രതിസന്ധികളിലും ജനങ്ങൾ പരസ്പരം കൈകോർത്ത് നിന്ന അനവധി ഉദാഹരണങ്ങൾ കാണാം. പ്രളയകാലത്തും കോവിഡ് മഹാമാരി കാലത്തും ഭക്ഷണം പാകം ചെയ്ത് അപരിചിതർക്ക് പോലും എത്തിച്ച നാടാണ് കേരളം. അവിടെ ഭക്ഷണം നൽകുന്ന കൈയുടെ നിറമോ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയിരുന്നില്ല. വിശക്കുന്നവന് ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്നതായിരുന്നു പ്രാധാന്യം. അതാണ് കേരളത്തിന്റെ സാമൂഹിക മൂല്യവും മാനവികതയുടെ അടിത്തറയും. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് പദ്ധതിയും പലരുടെയും കാഴ്ചപ്പാടിൽ ഈ മാനവിക പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. സർക്കാർ ആശുപത്രികളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും നിരവധി ദിവസങ്ങൾ കഴിയുന്ന സാഹചര്യത്തിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും വലിയ ആശ്വാസമാകാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് കൈത്താങ്ങാകുന്നത് നിഷേധിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ക്രമീകരണങ്ങൾ ആവശ്യമായേക്കാമെങ്കിലും അതിന്റെ ലക്ഷ്യത്തെയും മാനുഷിക മൂല്യത്തെയും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന അഭിപ്രായമാണ് വ്യാപകമായി ഉയർന്നത്. ഈ ജനാഭിപ്രായം ശക്തമായതോടെയാണ് സർക്കാർ പിന്നീട് വിശദീകരണവുമായി രംഗത്തെത്തിയതും നിലപാടിൽ മാറ്റമുണ്ടാക്കിയതും. ഭക്ഷണ വിതരണം തടയുകയല്ല ഉദ്ദേശമെന്നും ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സപ്പെടാത്ത രീതിയിൽ ക്രമീകരിക്കുകയാണ് എന്നുമാണ് പിന്നീട് വിശദീകരിക്കപ്പെട്ടത്. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും അതേ ദിശയിലായി. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനത്തെ അഭിനന്ദിച്ചുകൊണ്ടും മറ്റു യുവജന സംഘടനകൾക്കും ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാമെന്നും അദ്ദേഹം പറഞ്ഞത് വിവാദത്തിന് പുതിയ വഴിത്തിരിവായി. ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന സന്ദേശം വ്യക്തമാണ്. സാമൂഹിക സേവനങ്ങളെ രാഷ്ട്രീയ മത്സരത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണാതെ അവയുടെ പൊതുപ്രയോജനം കൂടി വിലയിരുത്തേണ്ടതുണ്ട്. ഒരു പൊതിച്ചോറിന് പിന്നിൽ വിശപ്പകറ്റാനുള്ള ലക്ഷ്യമാണുള്ളതെങ്കിൽ അതിനെ എങ്ങനെ കൂടുതൽ കാര്യക്ഷമമായും ക്രമബദ്ധമായും നടപ്പാക്കാമെന്നതിനെ കുറിച്ചായിരിക്കണം ചർച്ച. കേരളം പലവട്ടം തെളിയിച്ചൊരു സത്യമുണ്ട്. പരസ്പര സ്നേഹത്തിനും കരുതലിനും ജാതിയില്ല, മതമില്ല, പാർട്ടിയില്ല. പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ മനുഷ്യനാണ് ആദ്യം, രാഷ്ട്രീയം പിന്നെയാണ്. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള ഈ വിവാദം ഒടുവിൽ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: വിശപ്പിനെ തോൽപ്പിക്കുന്ന എല്ലാ കൈകളും സമൂഹത്തിന് വിലപ്പെട്ടവയാണ്. അവയെ ക്രമപ്പെടുത്താം, പക്ഷേ മനുഷ്യത്വത്തെ തടയാനാവില്ല.